ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നിഫ്റ്റി എന്നൊരു ഡൗൺ സൈഡ് ആയിരുന്നു. അപ്പോൾ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 21,951 ലെവലാണ്. അപ്പോൾ നമ്മുടെ ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്ത് റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വരാണ് ചെയ്തിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇനി നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഇൻസ്റ്റിറ്റ്യൂഷൻ സോൺസ് ആണ്. അതിന് ചേഞ്ച് ഒന്നുമില്ല, ഇന്നലെ തന്നെ അതേ ലെവൽസ് തന്നെയാണ്. 22,140, 22,134, അതുപോലെ 22,099, 22,093 ഇനി നമുക്ക് ട്രെൻഡ് ലൈൻസ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഈ ഒരു ഹൈയും കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ താഴെ ഈ ഒരു ലോയും കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനും മാർക്ക് ചെയ്യാം. അപ്പോൾ നാളെ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സോൺ വരെ പോകാനുണ്ട് ചാൻസ് ഉണ്ട്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സോൺ വരെ പോകും. അതും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ട്രെൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ മാർക്കറ്റ് താഴേക്കാണ് ബ്രേക്ക് ഔട്ട് നടക്കണമെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് നല്ല രീതിയിലേക്ക് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അവർ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം ഈ ലെവൽസ്. ഇനി അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതും ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഹൈയും കണക്ട് ചെയ്ത് നമുക്ക് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ലോയും കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ കൂടി മാർക്ക് ചെയ്യാം. ഇത് നമുക്ക് ബ്രേക്ക് ഔട്ടാണ് നോക്കേണ്ടത്. അടുത്ത ദിവസം ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. മുകളിലേക്ക് പോകണമെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് ഈ ഒരു ഹൈ ലെവലായിരിക്കും. അതുപോലെ തന്നെ താഴേക്ക് ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഔട്ട് വാച്ച് ചെയ്ത് നോക്കാം. നമ്മൾ ബ്രേക്ക് ഔട്ടിൽ തന്നെ എൻട്രി എടുക്കാൻ ശ്രമിക്കരുത്. ചില സമയത്ത് ഫോൾസ് ബ്രേക്ക് ഔട്ട് വരും. അതായത് ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്ന കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ക്യാൻഡിൽസ് വാച്ച് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹേ ക്യാൻഡിൽസ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ട്രെൻഡ് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നാളത്തേക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്സുകൾ നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് BEലാണ്. അപ്പോൾ BEയിൽ നമുക്ക് ആദ്യം ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഈ ഒരു ഹൈയും കണക്ട് ചെയ്ത ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ലോയും കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ കൂടി മാർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഹൈയും കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതായത് മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, അത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ താഴത്തെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു ലെവൽ വരാനും ചാൻസ് ഉണ്ട് BEയിൽ. അപ്പോൾ അതിന് തന്നെ ഈ ട്രെൻഡ് ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അതിനുശേഷം ബ്രേക്ക് ഔട്ട് നോക്കാം. ഇനി അടുത്തത് ഇൻഡസ് ടവർ ആണ്. അപ്പോൾ ഇൻഡസ് ടവർ നമുക്ക് ഈ ഒരു ഹൈയും കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ലോയും കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനും മാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ദിവസം ബ്രേക്ക് ഔട്ട് നോക്കാം. ഇപ്പോൾ ഈ ലെവൽസ് ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകുകയാണെങ്കിൽ അപ്പ് സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല താഴേക്കാണ് ബ്രേക്ക് ഔട്ടെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ ഗ്യാപ്പ് കൂടുതലുള്ള ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴേക്ക് വന്നാലും സെല്ലെടുക്കാം. ഈ ഒരു ലെവൽ വരെ വരാൻ ചാൻസ് ഉണ്ട്. അതല്ല ജസ്റ്റ് ഒന്ന് താഴേക്ക് വന്ന് ഈ ലെവൽ ടച്ച് ചെയ്ത് മുകളിലേക്ക് അപ്പ് സൈഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു ലെവൽ വരെ പോകാനും ചാൻസ് ഉണ്ട്.
അപ്പോൾ ഈ സ്റ്റോക്സിലൊക്കെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ലെവൽസൊക്കെ മാർക്ക് ചെയ്ത് ബ്രേക്കൗട്ട് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.